ഇന്ത്യയിൽ നിരവധി വട്ടം ATMകൾ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ കവർന്നെടുത്തത്. പോലീസിനെ ഞെട്ടിച്ച രാജ്യത്തെ പ്രധാന ATM മോഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കും. 2008 രാജ്യം ഞെട്ടിയ വലിയ ATM കവർച്ച നടക്കുന്നത്. ദില്ലിയിലെ നെഹ്റു പാലസിലായിരുന്നു അത്. ATMൽ ഘടിപ്പിച്ചു വെക്കുന്ന കാർഡ് റീഡർ സംവിധാനമായ സ്കിമ്മർ ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ കാർഡ് വിവരങ്ങൾ മോഷ്ടാക്കൾ ചോർത്തിയെടുത്തു. പിന്നീട് കൃത്രിമ കാർഡുകൾ ഉണ്ടാക്കി പണം തട്ടി. 80 ലക്ഷം രൂപയാണ് അന്ന് ഈ രീതിയിൽ മോഷ്ടാക്കൾ കൊണ്ടുപോയത്. 2013 സമാനമായ രീതിയിൽ സ്കിമ്മറുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ വിവിധ ATMകളിൽ നിന്നായി 1.6 കോടി രൂപയാണ് ഈ വഴി കവർന്നത്. 2015 കൊൽക്കത്തയിൽ നടന്ന ATM കവർച്ചയിൽ മോഷ്ടാക്കൾ ഉപയോഗിച്ച മാർഗം ഹാക്കിംഗ് ആയിരുന്നു. മാൽവെയർ ഉപയോഗിച്ച് ATM ക്യാഷ് ഡിസ്പെൻസറിന്റെ പ്രവർത്തനം മോഷ്ടാക്കൾ ഹാക്ക് ചെയ്തു. ശേഷം 1 കോടിയോളം രൂപ തട്ടി. 2018 ചെന്നൈയിൽ മെഷീൻ ഡ്രില്ലർ ഉപയോഗിച്ച് തകർത്ത് മോഷ്ടാക്കൾ കൊണ്ടുപോയത് 20 ലക്ഷം രൂപ. ഈ വർഷം ജൂലൈയിൽ കർണാടകയിലെ ഹൊസൂരിലും ബംഗളൂരുവിലും ATM കൊള്ള അരങ്ങേറി. ബംഗളൂരു സർജാപൂർ റോഡിലെ ദൊഡ്ഡകന്നല്ലി ഗ്രാമത്തിലെ ആക്സിസ് ബാങ്കിന്റെ ATM മെഷീൻ വെട്ടിപ്പൊളിച്ച് അകത്തുണ്ടായിരുന്ന പണം അപഹരിച്ചു. മോഷണത്തിന് ഒരാഴ്ച മുമ്പ് 16 ലക്ഷം രൂപ ATMൽ നിറച്ചിരുന്നു. ATM കവർച്ച ഒഴിവാക്കാൻ നൂതന സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന അഭിപ്രായം രാജ്യത്ത് ശക്തമാണ്.